ഒത്തിരി ആൾക്കാർ കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട്. അത് മിക്കതും ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 50,000 രൂപ തൊട്ട് 1,00,000 രൂപയൊക്കെ വരെ മുടക്കി പലരും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തവർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇത്രയും രൂപ അറ്റൻഡ് ചെയ്തതാണ്, പക്ഷെ ശരിയായില്ല, ലൈവ് ട്രേഡ് ചെയ്യാൻ. ഈ 50,000 രൂപയൊക്കെ നിങ്ങൾ വല്ലയിടത്തും കൊടുത്ത് കോഴ്സിൽ പോകുന്നതിന് പകരം ട്രേഡിംഗിൽ വന്ന് 50,000 രൂപ കാട്ടി കളഞ്ഞോ. നിങ്ങളുടെ ഡിമാറ്റിൽ ട്രേഡ് ചെയ്ത് നഷ്ടം വന്നോട്ടെ. ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വർത്തുള്ളത്. 6 മന്ത് മെന്റർഷിപ്പ് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 50,000 രൂപ ഒന്നുമില്ല. ആബ്സല്യൂട്ട്ലി ഫ്രീ. ക്ലാസ് ഫ്രീ. നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന ലൈവ് ട്രേഡിംഗ് ഫ്രീ, ലൈവ് കമ്മ്യൂണിറ്റി ഫ്രീ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കോപ്പി ചെയ്യാനുള്ള സെറ്റപ്പും ഫ്രീ. ആബ്സല്യൂട്ട്ലി ഫ്രീ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഒത്തിരി ക്ലയന്റ് മീറ്റപ്സ് നടത്തിയിരുന്നു. സോ ഈ മീറ്റപ്സിൽ ഒത്തിരി പേര് പുതിയ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലാക്കിയത്, നമ്മുടെ നാട്ടിൽ ഒത്തിരി ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ടെന്ന്. എൻ്റെ വ്യൂ തന്നെ തെറ്റിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടു വളർന്ന ക്ലയൻസിനെ കണ്ടപ്പം ഒരു 99% അല്ലെങ്കിൽ ഭൂരിഭാഗം പുതിയ ട്രേഡർമാരും ഓപ്ഷൻ ബയേഴ്സ് ആയിരുന്നു. ഈ മീറ്റപ്പുകൾക്ക് പോയി ഒത്തിരി പുതിയ ക്ലയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് നാട്ടിൽ ഒത്തിരി നല്ല രീതിയിൽ ഓപ്ഷൻ സെല് ചെയ്യുന്ന, നല്ല ക്യാപിറ്റൽ വെച്ച് നല്ല രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളുടെ മീറ്റപ്പിനെ എന്നെ കാണാനൊക്കെ വരുന്നവർ മിക്കതും സീരിയസ് ട്രേഡർമാരാണ്. അത് ചിന്തിച്ചാൽ മതി. എത്ര ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് അവരുടെ ഒരു വിലപ്പെട്ട ഒരു ദിവസം മാറ്റി വെച്ച് നമ്മുടെ ഒപ്പം ചിലവഴിക്കാൻ വരുമ്പം എന്തെങ്കിലും ഒരു സീരിയസ് ഇൻപുട്ട് നമ്മുടെ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. സോ ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു 90% മലയാളികളും ബയേഴ്സ് ആണെന്നുള്ളതല്ല. നല്ല രീതിയിൽ സെല്ലേഴ്സ് ഉണ്ട്. ആൻഡ് ഞാൻ നമ്മുടെ മീറ്റിംഗ്സിനൊക്കെ എപ്പോഴും നമ്മുടെ ട്രേഡുകളും ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മളുടെ ഏറ്റവും മേജർ വോളിയം വരുന്നത് ഓപ്ഷൻ സെല്ലിംഗ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ബൈയിങ്ങിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡിസിപ്ലിൻ 10% ഒക്കെയാണ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ബൈ ചെയ്യാറുള്ളൂ. അത് തന്നെ മാക്സിമം 10 lakhs. ആവറേജ് 1,00,000 രൂപ കൊണ്ടൊക്കെ ഞാൻ ബൈ ചെയ്യാറുള്ളൂ. ചിലപ്പോൾ നല്ല ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, നല്ല കൺവിക്ഷൻ ട്രേഡ് വരുമ്പോൾ മാത്രമാണ് കൂടുതൽ എമൗണ്ട് എടുത്ത് നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യാറുള്ളൂ. ബട്ട് സെല്ലിംഗ് അങ്ങനെയല്ല. സെല്ലിംഗ് ഒരു എന്താ പറയുക, എൻ്റർലി ഒരു ഡിഫറെൻറ്റ് വേൾഡ് ആണ്. നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 80% ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, നമ്മളുടെ കോപ്പി ട്രേഡ്, ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോപ്പി ആവുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളൊരു പൊസിഷൻ എൻ്റർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയണമെന്നൊന്നും താല്പര്യമില്ല, എന്നാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ ഒരു കോപ്പി ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡും ഓപ്ഷൻ സെല്ലിംഗ് മാത്രമാണ്. ബിക്കോസ് അവിടെയൊന്നും ഓപ്ഷൻ ബൈയിങ് ചിന്തിക്കാനേ പറ്റില്ല. ഇവിടെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ പ്രൈസ് മൂവ് ചെയ്ത് പോവാണ്. ബയ്യർക്ക് വലിയ പ്രശ്നങ്ങൾ വരും. SL ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബൈയിങ് ഒന്നും കോപ്പി ട്രേഡിംഗ് സിസ്റ്റത്തിൽ പറ്റില്ല. സോ ഓപ്ഷൻ സെല്ലിംഗ് ആണ് നിലവിലുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ സ്റ്റോക്കും വരും. സ്വിംഗ് ലോങ് ടൈം ട്രേഡുകൾ, അതായത് അത്ര പെട്ടെന്ന് മാർക്കറ്റ് എക്സിക്യൂഷൻ ഒന്നും വേണ്ടാത്ത ഒരു ലോങ് ടൈം ട്രേഡുകളും, പിന്നെ ഓഫ് കോഴ്സ് പൊസിഷണൽ ആയിട്ടുള്ള ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജികളാണ് നിലവിൽ കോപ്പി ട്രേഡിലുള്ളത്. വരാൻ പോകുന്നത് സ്വിംഗും ലോങ്ങും നല്ല സ്റ്റോക്കുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റയർലി എൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കോപ്പി ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഞാനൊരു സ്റ്റോക്ക് പെട്ടെന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാൻഡിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ അനുസരിച്ച് നിങ്ങൾക്കും ആ സ്റ്റോക്ക് ബൈ ആവും. സോ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട മേ ബി ഒരു 1-2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. വീണ്ടും ഞാൻ ഇന്ന് വന്ന വിഷയം അതൊന്നുമല്ല, ഓപ്ഷൻ സെല്ലേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പൊ നിങ്ങൾക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരുടെ വിചാരം ഞങ്ങളൊരു ഓപ്ഷൻ ബൈയിങ് ടീം മാത്രമാണെന്നാണ്. നമുക്കൊരു ലൈവ് ബൈയിങ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിനെ പറ്റി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലെടുക്കുന്ന ട്രേഡുകളൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റാറ്റസ് ആയിട്ടും സ്ക്രീൻഷോട്ടുകളായിട്ടും നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. സെയിം ഞങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് അധികം മെമ്പേഴ്സ് ഒന്നും ഇല്ല. ഹാർഡ്ലി ഒരു 100 പേരാണ് ആ സെല്ലിംഗ് കമ്മ്യൂണിറ്റിയിലുള്ളൂ. ബിക്കോസ് നിങ്ങൾക്കറിയാം, ബൈയിങ്ങിന് 10,000 രൂപ ക്യാപിറ്റലിലോട്ട് ബൈ ചെയ്യാൻ പറ്റും. പക്ഷെ സെല്ലിങ്ങിന് മിനിമം ഒരു 50,000 ഒരു ലോട്ട്. പക്ഷെ അത് വെച്ചൊന്നും കിട്ടില്ല. ഒരു 2 to 3 lakhs എങ്കിലും ഒരു ഓപ്ഷൻ സെല്ലർക്ക് വേണം എന്നാണ് നമ്മളും സജസ്റ്റ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മുടെ കോപ്പി ട്രേഡിൽ ജോയിൻ ചെയ്യാൻ വരുന്നവരോട് ചോദിക്കും, എത്ര രൂപ ക്യാപിറ്റൽ വേണം നിങ്ങളുടെ കോപ്പി ട്രേഡിൽ? നമ്മളുടെ എടുക്കുന്ന സ്ട്രാറ്റജി ഒരു ലോട്ട് എടുക്കാൻ 50,000 ഒക്കെ മതി. പക്ഷേ ഞങ്ങൾ മിനിമം ഒരു 3 to 3.5 ക്യാപിറ്റൽ ഉള്ളവരോടാണ് ആഡ് ചെയ്യാറുള്ളൂ. കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? കോപ്പി ട്രേഡിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു മാസം പൈസ കിട്ടണ്ടേ അവർക്ക്. സോ 3 to 3.5 ഒക്കെയാണ് നമ്മുടെ കോപ്പി ട്രേഡിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മിനിമം ക്രൈറ്റീരിയ വയ്ക്കുക. അത് തന്നെയാണ് ഒരു സെല്ലർക്ക് വേണ്ട ഒരു ക്രൈറ്റീരിയ. നിങ്ങളും ഒരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങളൊരു സെല്ലർ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. ഒരു ഗാംബ്ലിംഗ് സ്റ്റൈലൊന്നുമല്ല, പ്യൂർലി ഒരു കച്ചവടമാണ്. എല്ലാ മാസവും ഒരു ഇത്ര ശതമാനം, ഒരു 2-3% വെച്ച് മാസം എടുക്കുക. ഒരു കൊല്ലം ഒരു 25-30% അവസാനിപ്പിക്കാം. അതാണ് സെല്ലറുടെ ആറ്റിറ്റ്യൂഡ്. ക്ഷമയാണ് ഒരു സെല്ലറുടെ മെയിൻ ഘടകം. സെല്ലർ അഗ്രസീവ് അല്ല. സെല്ലർ വലിയ മൂവ്മെന്റ് ഒന്നും വേണ്ട, മാർക്കറ്റ് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതി. അവൻ സമാധാനം ആഗ്രഹിക്കുന്നവനാണ്. വലിയ മൂവ്മെന്റ് വരുമ്പോൾ സെല്ലർക്ക് നഷ്ടം വരും, ദോഷങ്ങളുണ്ട്. ഞാൻ ഗുണം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ സെല്ലിംഗ് കമ്മ്യൂണിറ്റിയിൽ വലിയ പാർട്ടിസിപ്പൻസ് വരാറില്ല. വേറെ ഓപ്ഷൻ ബൈയിങ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ 1000-2000 പേരൊക്കെ ഉള്ളപ്പം സെല്ലിങ്ങിൽ 100-50 പേരൊക്കെയാണ് കമ്മ്യൂണിറ്റി ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നു, നമുക്ക് 3 രീതിയിൽ നമ്മുടെ ഒപ്പം ഓപ്ഷൻ സെല്ല് ചെയ്യാം. അതിലൊന്ന് ഈ കോപ്പി ട്രേഡിംഗ് തന്നെയാണ്. കോപ്പി ട്രേഡിംഗ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ഒരു, ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു 5 lakhs 4 lakhs അക്കൗണ്ടാണ്. 5 lakhs അക്കൗണ്ട് കോപ്പി ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഞാനല്ലത് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ മറ്റൊരു അക്കൗണ്ടിൽ എടുക്കുന്ന ട്രേഡ്, എൻ്റെ ഒരു 1 lakh അക്കൗണ്ടിൽ എടുക്കുന്ന ട്രേഡ് മൾട്ടിപ്പിൾ ആയിട്ട് ഈ അക്കൗണ്ടിൽ കോപ്പി ചെയ്യുന്ന സിസ്റ്റമാണ്. ഇത് 5 lakhs കൊണ്ട് കോപ്പി ചെയ്യുന്നു. നമുക്ക് അതുപോലെ
10 lakhs ഉണ്ട്, 15 lakhs പല പല സ്ലാബുകളിൽ ഞങ്ങളുടെ കോപ്പി ട്രേഡിൽ അക്കൗണ്ടുകളുണ്ട്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരു 10 lakhs ഉണ്ടെങ്കിൽ ഇത് 5 lakhs ആണ്. അപ്പോൾ ഇന്നത്തെ പിയാനിലാണ് 12,000. ഈ ആഴ്ച നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്തു. എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാരണമുണ്ട്. ഈ ആഴ്ച നമ്മുടെ പൊസിഷൻസ് ക്ലോസ് ചെയ്തു. ഇത് ഇന്ന് നിങ്ങൾക്ക് കാണാം, താഴെ പൊസിഷൻസ് നോക്കിയാൽ കാണാം. ഒരു അയൺ കോൺട്രാ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. 5 lakhs കൊണ്ട് ഏകദേശം 12,000 ഇപ്പോൾ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 4,000 രൂപയോളം ലോസ് ബുക്ക് ചെയ്ത് നെറ്റ് ഒരു ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഒരു 1.5% പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഒരാഴ്ച 1.5%. അപ്പോൾ ഒരു മാസം എത്ര കിട്ടും? 5-6% കിട്ടും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, ചില ആഴ്ചകൾ നഷ്ടത്തിൽ പോവാം. അങ്ങനെ നഷ്ടത്തിൽ പോയാലും ആവറേജ് ഒരു 3% ഒക്കെ ഒരു പ്രോഫിറ്റ് ആണ് ഒരു ഓപ്ഷൻ സെല്ലർ ഇതുവരെ എൻ്റെ ഒരു പരിചയത്തിൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ഉം 6ഉം ഒക്കെ കിട്ടിയ മാസങ്ങളുണ്ട്, പക്ഷെ നല്ല മാസങ്ങൾ. എല്ലാ ആഴ്ചയിലും നല്ല പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ 5-6% കിട്ടും. അതല്ല ഒരു മിക്സഡ് മാസങ്ങളിൽ 2-3% ഒക്കെയാണ് ആവറേജ് ഒരു പ്രോഫിറ്റ് ഓപ്ഷൻ സെല്ലർക്ക് ബുക്ക് ചെയ്യുക. സോ ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു 5 lakhs ഉണ്ടോ അല്ലെങ്കിൽ 10 lakhs ഉണ്ടോ 15 എത്രയാണെങ്കിലും അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു 10 lakhs നിങ്ങളുടെ അക്കൗണ്ട് ആണെങ്കിൽ എത്ര രൂപ വന്നേനെ? ഇപ്പൊ ഇന്നൊരു 24,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതന്നെ. സോ ഞാൻ തീർത്തും പറയുന്നു, ലാഭം ഒരു ഗ്യാരണ്ടിയും ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റാണ്, ഒരു സാധനത്തിലും ലാഭമില്ല. അപ്പൊ നമുക്ക് തന്നെ ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിൽ കുറച്ച് കൂടുതൽ ലോസ് വന്നു. കാരണം നമ്മുടെ SL ക്രൈറ്റീരിയ ഡിഫറെന്റ് ആയിരുന്നു. സോ ക്ലയൻസിൽ നിന്ന് ഫീഡ്ബാക്സ് നമ്മൾ അങ്ങനെയുണ്ട്. നമ്മുടെ ക്ലയൻസ് ആയിട്ട് മീറ്റപ്പ് നടത്തും. ഈ പറയുന്ന നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ക്ലയൻസിനോട് ചോദിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് അവർ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ബിഗർ ലോസിലേക്ക് പോകണ്ട, ലോസ് എപ്പോഴും 1x 2x ഒക്കെ ഫിക്സ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ മാക്സിമം എടുത്ത പൊസിഷൻ ഒരു 2x ലോസ്, ഒരു ഈ സെയിം ലോസ് 2-3% ഒക്കെ മാക്സിമം ലോസ്, പറ്റുമെങ്കിൽ 1% നമ്മൾ ലോസിന് നിർത്താൻ നോക്കും. 5 lakhs ആണെങ്കിൽ 5,000 രൂപ കൂടുതൽ ലോസ് കൊണ്ടുപോകണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നം കൊണ്ട്, നമ്മളുടെ പ്രശ്നം കൊണ്ടല്ല, എനിക്കും ലോസ് കിട്ടിയായിരുന്നു. സ്ട്രാറ്റജിയുടെ പ്രശ്നം കൊണ്ട് ബിഗ് ലോസ് വന്നു. പക്ഷെ ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. മുമ്പ് സംഭവിച്ചു, ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഫിക്സഡ് പ്ലാനിലാണ്. 1% ഒക്കെ ലോസ് നമ്മുടെ കൺമുമ്പിൽ വരുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് അവസാനിപ്പിക്കും. സോ നമ്മളിപ്പോൾ ഒരു ഫിക്സഡ് പ്ലാൻ ഉണ്ട് നമുക്ക്. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല, എൻ്റെ കോപ്പി ട്രേഡിംഗ് കമ്മ്യൂണിറ്റി, എന്നെ കോപ്പി ചെയ്യുന്ന എല്ലാ ക്ലയൻസിന്റെയും ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നിലവാരത്തിലെത്തിയിരിക്കുന്നത്. എന്താണ്, ഞങ്ങൾ ലോസ് പോരാണെങ്കിൽ ഒരു 1% മാക്സിമം 2% ഒക്കെ ലോസ് വരുമ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത് അവസാനിപ്പിക്കും. ആൻഡ് എക്സ്പയറി ദിവസത്തിലേക്കൊന്നും ഹോൾഡ് ചെയ്യുന്ന പരിപാടിയില്ല. ഇന്ന് പൊസിഷൻ എടുത്ത് നാളെ നമുക്ക് ഡിസൈഡ് ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ക്ലോസ് ചെയ്യും. ബാക്കി ദിവസം അനങ്ങാണ്ട് കൈയിട്ട് മാറിക്കും. അപ്പോൾ അനങ്ങാണ്ട് മാറിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ട്രേഡ് എടുക്കാൻ പാടില്ല. ഇതങ്ങനെ ചെയ്യുന്ന സിസ്റ്റം അല്ല. സോ നമ്മൾ ട്രേഡ് എടുത്തു, നാളെ തന്നെ 1-2% കിട്ടി നോക്കി. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. വൈഡ് 2 സ്വിംഗ് വന്നു, നിഫ്റ്റി മുകളിലേക്ക് പോയി താഴേക്ക് വന്നു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ വൈഡ് സ്വിംഗ് 2-3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2% ഒക്കെ പ്രോഫിറ്റ് ഈസി ആയിട്ട് കിട്ടും. 2 ദിവസം കൊണ്ട് 2% കിട്ടി, അപ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ ആഴ്ച അനങ്ങില്ല. പിന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ഓൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ഇപ്പോൾ ഈ പ്ലാനിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു 2-3% പ്രോഫിറ്റ് എത്ര വേണ്ടി എടുക്കും കേട്ടോ. 5% കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം. ബട്ട് ആവറേജ് കഴിഞ്ഞ മാസത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3% ഒക്കെ പ്രോഫിറ്റ് ആണ് ആവറേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോസ് 5-6% ഒക്കെ ഏർലിയർ ബുക്ക് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തൊട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ക്ലയൻസിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് 1-2% ലോസിൽ മസ്റ്റ് ആയിട്ട് നിർത്തും. ആൻഡ് ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ കേട്ടാലും കോപ്പി ട്രേഡിലുള്ള ഒരു ക്ലയന്റ് ആണെങ്കിൽ നിങ്ങളിതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ ടീം ചെയ്തോളും. സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യും, പൊസിഷൻസ് നമ്മൾ എടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇതുപോലെ കാണാം. ഇതിപ്പോൾ നിങ്ങളുടെ മൊബൈലാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ എപ്പോഴും ഇതുപോലത്തെ പെർഫോമൻസ്, ഇപ്പം നോട്ടിഫിക്കേഷൻ എനേബിൾ ആണെങ്കിൽ വരും, ട്രേഡ് ക്ലോസ് ചെയ്തു, ഇത്ര രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആൻഡ് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ അറിയിക്കും. നമ്മൾ ബ്രോഡ്കാസ്റ്റ് വഴി റിപ്പോർട്ടും എല്ലാ ആഴ്ചയിലും ഷെയർ ചെയ്യും. ഇപ്പം ഇന്ന് ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തു, നാളെ നമ്മുടെ ക്ലയന്റിന് റിപ്പോർട്ട് പോകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ബുക്ക് ചെയ്തത് ഇത്ര ശതമാനം ലോസ് ആണ്, ഇത്ര പ്രോഫിറ്റ് ആണ്, ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ കോപ്പി ട്രേഡിംഗ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് അറിയേണ്ട, അതിന്റെ സ്ട്രാറ്റജിയോ അഡ്ജസ്റ്റ്മെന്റുകളോ ഒന്നും അറിയേണ്ട. ആകെ വേണ്ടത് നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, ഇപ്പം നിലവിൽ IIFL മാത്രമേ ഉള്ളൂ. കോപ്പി ട്രേഡ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു IIFL ഡിമാറ്റ് അക്കൗണ്ട് വേണം. ആൻഡ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പൈസയൊക്കെ ഫ്രീ, ആബ്സല്യൂട്ട്ലി നമ്മൾ വേറെ പൈസകളൊന്നും ഇപ്പം മേടിക്കുന്നില്ല. ഒരു രജിസ്ട്രേഷൻ ഫീസും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ക്ലയന്റ് ആയിരിക്കണം എന്ന് മാത്രം. നമ്മളുടെ ലിങ്ക് വഴി നിങ്ങൾക്കൊരു IIFL ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിലവിൽ ചെയ്യാം. ഇതും മാറ്റം വരുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പം മറ്റ് ബ്രോക്കേഴ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സെറോദയും അപ്സ്റ്റോക്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ്. ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് വേണ്ട സ്ട്രൈക്ക് പലപ്പോഴും കിട്ടില്ല. OI റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ സെറോദയിൽ ഒരു 500 പോയിന്റ് അപ്പുറത്തോളം ഔട്ട് ഓഫ് ദ മണി സെല്ലിങ്ങോ ബൈയിങ്ങോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ഓപ്ഷൻ സെല്ലിങ്ങിന് സെറോദ അപ്സ്റ്റോക്സ് പോലുള്ള മെയിൻ സ്ട്രീം ബ്രോക്കേഴ്സും നമ്മൾ യൂസ് ചെയ്യാറില്ല. നിലവിൽ IIFL ആണ്. മുന്നോട്ട് പോകുമ്പോൾ ICICIയും ചോയ്സ് പോലുള്ള ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ബ്രോക്കർമാരെ നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. സോ ആസ് ഓഫ് നൗ IIFL വേണം. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് റീമാറ്റ് വേണമെങ്കിലും അതിൽ നിങ്ങൾക്ക് സാധനം ചൂസ് ചെയ്യാം. അത് മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ സെയിം കോപ്പി ട്രേഡ് നമ്മൾ സ്വിംഗ് ട്രേഡിനും ലോങ് ട്രേഡിനും കൂടി കൊണ്ടുവരുന്നുണ്ട്. അത് പലരുടെ ഒരു പ്രശ്നമാണ്. പലരും എന്തിനാ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടണേ? അവർക്ക് പോർട്ട്ഫോളിയോ നോക്കിയിരുന്ന് നല്ലൊരു സ്റ്റോക്ക് കണ്ടുപിടിക്കാനും മേടിക്കാനും ഒന്നും സമയമില്ല. അതുകൊണ്ടല്ലേ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നത്. പക്ഷേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടണ്ട. ആ മ്യൂച്വൽ ഫണ്ടിലിട്ട് ഒരു കമ്മീഷൻ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നോ. ജസ്റ്റ് ഞങ്ങളുടെ കോപ്പി ചെയ്യാനുള്ള സംവിധാനം
വരും ദിവസങ്ങളിൽ വരും, ഞങ്ങൾ വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഒരു മെയിൻ പ്രോഡക്റ്റ്. നമ്മുടെ ഒപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണുടച്ച് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു IIFL അക്കൗണ്ട് ഉണ്ടോ, ഭാവിയിൽ ഏത് അക്കൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോപ്പി ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ്, രണ്ടാമത്തത് നിങ്ങൾക്ക് അങ്ങനെ കോപ്പി ചെയ്യേണ്ട, എനിക്ക് പഠിക്കണം, എനിക്ക് ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കണം, അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ മനസ്സിലാക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതിനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രൂപ്പ്. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്. സെയിം നമ്മളുടെ ഓപ്ഷൻ ബൈയിങ് കമ്മ്യൂണിറ്റി പോലെ, ടെലിഗ്രാമിലുള്ള കമ്മ്യൂണിറ്റി പോലെ, ഒത്തിരി മെമ്പേഴ്സ് ഉള്ള കമ്മ്യൂണിറ്റി പോലെ, ഇത് സെല്ലിങ്ങിന് മാത്രമുള്ള കമ്മ്യൂണിറ്റിയാണ്. നിലവിൽ 100 പേര് താഴെയുള്ളൂ. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സെല്ലേഴ്സ് പലർക്കും ഇഷ്ടമല്ല. ആഴ്ചയിൽ 2% അതൊന്നും പോരാ, എന്റെ ക്യാപിറ്റൽ 2 ദിവസം ഡബിൾ ആവണം. അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് പലരും. അഗ്രസീവ് ആൾക്കാരാണ്. സോ അഗ്രസീവ് ആൾക്കാർക്ക് ഓപ്ഷൻ സെല്ലിംഗ് പറ്റുമെന്ന് അറിയില്ല. ഒരു ഡിസിപ്ലിനിൽ എനിക്കൊരു കൊല്ലം അവസാനിക്കുമ്പോൾ ബാങ്കിൽ ഇട്ടെങ്കിൽ കൂടുതൽ പൈസ കിട്ടിയിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് സെല്ലിംഗ് പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് എണ്ണം കുറവാണ്. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നോക്കിയിരിക്കാനുള്ളൊരു, പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഓപ്ഷൻ സെല്ലിംഗ് ബൈയിങ് പോലെയല്ല, ബ്രേക്ക് ഔട്ട് എൻട്രി ചെയ്യുന്നു, SL വയ്ക്കുന്നു, ടാർഗറ്റ്. ഇതങ്ങനെയല്ല. ഇത് കുറേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഓപ്ഷൻ ഗ്രീക്സ് ഒക്കെ കണ്ടമാനം പഠിക്കാനുണ്ട്. പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, ഡിഫറെന്റ് മാർക്കറ്റ് കണ്ടീഷൻസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് പലരും ഓപ്ഷൻ സെല്ലിങ്ങിന് വരാത്തത്. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇതാണ് ഒരു ബെസ്റ്റ് കമ്മ്യൂണിറ്റി. ഞങ്ങളിപ്പോൾ ഈ ട്രേഡ്, സെയിം കോപ്പി എടുക്കുന്ന ട്രേഡുകൾ അല്ലാത്ത ട്രേഡ്, സ്പ്രെഡ് പോലുള്ള ട്രേഡുകളൊക്കെ ഈ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെതായ ഫുൾ ട്രേഡും ഈ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് എടുത്ത ഈ സെയിം പൊസിഷൻ ആണ് കേട്ടോ. നിഫ്റ്റിയിൽ അയൺ കൗണ്ടർ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റർ ചെയ്തതാണ്. ഇന്ന് ബുധനാഴ്ച ആയിട്ടുള്ളൂ. ഏത് സ്ട്രിക്കാണ് എൻ്റർ ചെയ്യുന്നത് ആൻഡ് നമ്മുടെ എൻ്റർ ചെയ്ത പൊസിഷൻസിൻ്റെ സ്ക്രീൻ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഞങ്ങൾ എടുത്തിരിക്കുന്ന പ്രൈസ് ഇത് തന്നെയാണ്, നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രൈസ് എന്നാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ പേ ഓഫ് ചാർട്ട്, ഇതുപോലെ അതിൻ്റെ പേ ഓഫ് ചാർട്ട്, എവിടേക്കാണ് പ്രോഫിറ്റ്, നമ്മൾ പേ ഓഫ് ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് നമ്മളുടെ P&Ls എക്സ്പ്ലെയിൻ ചെയ്യും. സെല്ലേഴ്സിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഈ കമ്മ്യൂണിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ ഇന്നിപ്പോൾ പൊസിഷൻസ് ക്ലോസ് ചെയ്തപ്പോൾ, ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള നമ്മുടെ P&L ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാ പൊസിഷൻസും ക്ലോസ് ചെയ്തോളൂ. ഓവറോൾ ഈ ആഴ്ച നമുക്ക് 1.5% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ 5 lakhs അക്കൗണ്ട് നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തിനാണ്? നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കണം, ഞങ്ങളുടെ ഒരു ലൈവ് സപ്പോർട്ട് വേണം. ലൈവ് ഞങ്ങൾ എടുക്കുന്ന ട്രേഡ് നിങ്ങൾക്ക് തന്നെ എടുക്കണം. സോ നിങ്ങളുടെ ഡിമാറ്റ് ഏതാണോ അതിൽ വേണമെങ്കിൽ എടുക്കാം. ഇതും ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. പണ്ടത്തെ പോലെ പൈസ മേടിച്ച് ചെയ്യുന്ന ഒരു പരിപാടികളും നമുക്കില്ല. ആബ്സൊല്യൂട്ട്ലി ഫ്രീ. ഒരേ ഒരു കണ്ടീഷൻ, ഞങ്ങളുടെ ക്ലയന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന അക്കൗണ്ട് ഞങ്ങളുടെ ലിങ്കിലായിരിക്കണം. ഇത് ഏത് അക്കൗണ്ട് വേണമെങ്കിലും ആവട്ടെ. ഇവിടെ IIFL തന്നെ വേണമെന്നില്ല. Zerodha, Upstox, Angel, ഏത് ബ്രോക്കർ ആണെങ്കിലും ഞങ്ങളുടെ ലിങ്കിലുള്ള ബ്രോക്കറിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. സോ ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ. സോ ഈ ഗ്രൂപ്പ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ശരിക്കും ഒന്ന് വന്നത്. പക്ഷെ പറഞ്ഞത് കൂടുതലും കോപ്പി ട്രെയിനിനെ പറ്റിയായിപ്പോയി. എനിവേ ലീവ് ഇറ്റ്. സോ ഇതാണ് ഓപ്ഷൻ സെല്ലിംഗ് നമ്മളുടെ ഒപ്പമുള്ള രണ്ടാമത്തെ പ്രോഡക്റ്റ്. ഇനി തേർഡ് ഒരു പ്രോഡക്റ്റ് അല്ല, ക്ലാസ്സസ്. നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് സീരിയസ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഒരു ഇത്ര പേര് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സും ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലുള്ള മെയിൻ സ്ട്രീം ബ്രോക്കേഴ്സ്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒത്തിരി ആൾക്കാർ കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട്. അത് മിക്കതും ഓപ്ഷൻ സെല്ലിംഗ് ആണ്. മോസ്റ്റ്ലി ഈ അയൺ കൗണ്ടർ, ഇപ്പോൾ ഈ ഗ്രൂപ്പിലെടുത്ത അതേ ട്രേഡ്, ഈ അയൺ കൗണ്ടർ ആൻഡ് ഇറ്റ്സ് അഡ്ജസ്റ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ചില സ്പ്രെഡുകൾ, അഡ്ജസ്റ്റ്മെന്റുകൾ, ഓപ്ഷൻ ഗ്രീക്സ്, പല മാർക്കറ്റിൽ കണ്ടീഷൻ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻ സെല്ലിംഗ്. ഇപ്പം നമ്മൾ തന്നെ ഒരു 10-12ഓളം കലണ്ടർ സ്പ്രെഡ്സ്, അതല്ലെങ്കിൽ ഷോർട്ട് അയൺ കൗണ്ടർ, ലോങ് അയൺ കൗണ്ടർ, സ്പ്രെഡുകൾ, ഇവൻ മാർക്കറ്റുകളിൽ എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികൾ, അല്ലെങ്കിൽ എന്താ പറയുക, സ്കോളാർ, ഫ്യൂച്ചറും ഓപ്ഷൻസും മിക്സ് ചെയ്തിട്ടുള്ള ഒത്തിരി കവേർഡ് കോൾ പോലുള്ള ഒത്തിരി സ്ട്രാറ്റജീസ്. ഇതിലെ ഭൂരിഭാഗവും പലരും പഠിപ്പിക്കാറില്ല. ബട്ട് സ്റ്റിൽ 50,000 രൂപ തൊട്ട് 1,00,000 രൂപ ഒക്കെ വരെ മുടക്കി പലരും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തവരും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇത്രയും രൂപ അറ്റൻഡ് ചെയ്തതാണ്, പക്ഷെ ശരിയായില്ല, ലൈവ് ട്രേഡ് ചെയ്യാൻ. ഇത് നമ്മുടെ ഒപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഫ്രീ. ക്ലാസ്സസ് ആബ്സൊല്യൂട്ട്ലി ഫ്രീ, ഓൺലൈൻ ഫ്രീ. ഇല്ല ഓഫ്ലൈനായിട്ട് ഞങ്ങളുടെ ഒപ്പം വന്നിരുന്ന് ഇതേ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെങ്കിൽ, ഞങ്ങളുടെ അടുത്ത് നിന്ന് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ അങ്കമാലിയിലുള്ള കഫേയിൽ വരാം. ഈ കഫേ നമ്മൾ എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഈ ദൂര പ്രശ്നമാകും. ഇപ്പം ദൂരെയുള്ള കോഴിക്കോടോ മലപ്പുറത്തൊക്കെ ഉള്ളവർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ അടുത്ത് തന്നെ ഇതുപോലത്തെ ഒരു സിസ്റ്റം. നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് സൂൺ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്നിരിക്കാം. തൽക്കാലം നമുക്ക് അങ്കമാലി, എറണാകുളം ജില്ലയിലെ അങ്കമാലിലാണ് നമ്മുടെ ഓഫ്ലൈൻ സെന്റർ ഉള്ളത്, കഫേ ഉള്ളത്. അവിടെ വന്നിരുന്നാൽ ഈ ട്രേഡുകൾ നമ്മുടെ എൻഡേഴ്സിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാം. ഒരു 7 days കൊണ്ട് ഒരു ക്ലാസ് പോലെ പഠിക്കാം. ഇത് ഇങ്ങനെ ദിവസമൊന്നുമില്ല കേട്ടോ. 6 month മെന്റർഷിപ്പ്, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 50,000 രൂപ ഒന്നുമില്ല. ആബ്സൊല്യൂട്ട്ലി ഫ്രീ. ക്ലാസ് ഫ്രീ. നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന ലൈവ് ട്രേഡിംഗ് ഫ്രീ, ലൈവ് കമ്മ്യൂണിറ്റി ഫ്രീ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കോപ്പി ചെയ്യാനുള്ള സെറ്റപ്പും ഫ്രീ, ആബ്സൊല്യൂട്ട്ലി ഫ്രീ. സോ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കാം. സോ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ക്ലാസ്സസ്, നിങ്ങൾക്കൊരു ഒരു ഫിക്സഡ് ക്ലാസ് വേണം. ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ബേസിക്സ് ടു അഡ്വാൻറ്റേജ്, ഇൻക്ലൂഡിങ് പൊസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ്, ഇതുപോലുള്ള ഓപ്ഷൻ സെല്ലിംഗ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഒരു 20-30 പേര് മിനിമം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഗൂഗിൾ ഫോം ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു 20-30 പേരൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു വീക്ക് ക്ലാസ് എടുക്കാം. നിങ്ങൾ പറയുന്ന ടൈമിംഗ്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിങ്ങിൽ എടുക്കാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നമ്മുടെ വെൻഡേഴ്സിൻ്റെ ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്യാം. സോ ഇത് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ബുക്ക് വായിച്ച് പഠിക്കേണ്ടതല്ല.
ട്രേഡ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ മെൻറ്റേഴ്സിനൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റികൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണെങ്കിൽ നെവർ ഈ 50,000 രൂപയൊക്കെ നിങ്ങൾ വല്ലയിടത്തും കൊടുത്ത് കോഴ്സിൽ പോകുന്നതിന് പകരം ട്രേഡിങ്ങിൽ വന്ന് 50,000 രൂപ കാട്ടി കളഞ്ഞോ. നിങ്ങളുടെ ഡിമാറ്റിൽ ട്രേഡ് ചെയ്ത് നഷ്ടം വന്നോട്ടെ. ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വർത്തുള്ളത്. സോ നിങ്ങൾക്ക് ക്ലാസ്സസും അവൈലബിൾ ആണ്. നമ്മളുടെ ഒപ്പം ഡയറക്റ്റ് നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ഒപ്പം പോർട്ട്ഫോളിയോ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. സോ ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട, ജസ്റ്റ് ഒരു ഡിമാറ്റ് അക്കൗണ്ട്, IIFL അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന ട്രേഡ് നിങ്ങൾക്ക് അതേ പൊസിഷൻസ് കോപ്പി ചെയ്യാം. വീക്കിലി ഒരു 1% ഒക്കെ ലോസോ അല്ലെങ്കിൽ 2-3% ഒക്കെ പ്രോഫിറ്റോ അപ് ടു, അത് ഡിപ്പെൻഡ്, നമുക്ക് ഓരോ ഇതുപോലെ ഇരിക്കും. മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ഹൈ റിസ്ക് സ്ട്രാറ്റജി കൂടി ബിൽഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ട്രേഡ് ചെയ്യാൻ സംവിധാനം, ടെക്നിക്കൽ പരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രേഡ് കോപ്പി ചെയ്യാം. 1 രൂപ പോലും മുടക്കാതെ, ഒന്നും അറിയാതെ, സെല്ലിംഗ് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, ലോസും ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം ലൈവ് ട്രേഡ്, ഇപ്പം എൻ്റെ ഒപ്പം ലൈവ് ബൈയിങ് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ട്രേഡുകൾ ലൈവ് സെല്ലിങ്ങും ചെയ്യാം. ഞങ്ങൾ ഇതുപോലെ P&L പേ ഓഫ് ചാർട്ടും എടുക്കുന്ന ലെഗും എൻട്രി പ്രൈസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം, സ്വന്തമായിട്ട് നോക്കി പഠിക്കാം. അല്ല നിങ്ങൾക്ക് അതും പോരാ, ഒരു സപ്പോർട്ട് കൂടി വേണം, എനിക്കൊരു മെൻറ്റർ വേണം എന്നെ പഠിപ്പിക്കാൻ, ഞാനും എൻ്റെ ടീമിലെ മെൻറ്റേഴ്സ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഫ്രീ ആണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. ഒരു 20-30 പേരുടെ ടീം ആകുമ്പോൾ നമുക്ക് മെൻറ്റർഷിപ്പ് തുടങ്ങി ഒരു ബാച്ച് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആ ബാച്ചിന് വേണ്ടി സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് 6 months ഒന്നുമല്ല, ലൈഫ് ലോങ്, എനിക്ക് ജീവനുള്ളിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ മെൻറ്റേഴ്സ്, എൻ്റെ കൂടുതൽ ടീമിന് ജീവനുള്ളിടത്തോളം, അത് വേണ്ട, ജീവൻ എന്ന് പറയേണ്ട, അവർ നമ്മുടെ സ്ഥാപനത്തിലുള്ളിടത്തോളം കാലം പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പഠിച്ച നല്ല മെമ്പേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ നല്ല മെൻറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. സോ കൂടുതൽ വിവരങ്ങൾക്ക്, ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ഈ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടം ചെയ്യാം. ബൈ.